അപ്പൊ നമ്മൾ ഇന്ന് ഒരു ക്യാമ്പിംഗ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ക്യാമ്പിംഗ് ഇൻ ദ സെൻസ് ടോട്ടലി ഒരു ക്യാമ്പിംഗ് അല്ല, ഒരു ട്രെയിലർ വിത്ത് ക്യാമ്പിംഗ് സ്റ്റേ, ഒരു എക്സ്പീരിയൻസ്. ക്യാമ്പിങ്ങിന് പോകുന്നത് വേറെ ഒന്നും അല്ല ഗൈസ്, നാളെ എന്റെ ബർത്ത്ഡേ ആണ്. അതിനെന്റെ ഭാര്യ തന്ന ഒരു സർപ്രൈസ് ആണെന്ന് പറഞ്ഞ് തന്നു. പക്ഷേ സർപ്രൈസ് പൊളിഞ്ഞു. ആള് ക്യാമ്പിംഗ് ഇല്ല, ക്യാമ്പിംഗ് സ്റ്റേ ബുക്ക് ചെയ്ത് എന്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് അപ്പൊ തന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു. അങ്ങനെ എനിക്ക് മനസ്സിലായി സംഭവം ക്യാമ്പിങ്ങിന് എവിടെ സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എവിടെയാണെന്ന് അറിയത്തില്ലല്ലോ. ഇല്ല, എനിക്കിപ്പം മാപ്പിൽ കാണാം. ഇവിടുന്ന് ഒരു ഏകദേശം ഒരു 230 കിലോമീറ്റർ ഉണ്ട്. നോർത്തേൺ ഒണ്ടാരിയാണ് പോകുന്നത് നമ്മള്. ജോർജിയൻ ബേ ആ ഒരു റീജിയനിലാണ് നമ്മൾ പോകുന്നത്. അപ്പം അതിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഐറ്റനറീസ് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആളുടെ മെയിലിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, കൈൻഡ് ഓഫ് കണ്ടിട്ട് ഓക്കെയാണ്. നമുക്ക് ബാർബിക്യും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിപ്പം കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോവാണ്. കേക്ക് വാങ്ങിക്കണം. പിന്നെ എന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ സൺസ്ക്രീൻ ഇട്ടിട്ട് വെയിലടിച്ചിട്ട് എന്തോ പോലെ. ഞങ്ങള് എന്താ പറയാ, ഇന്ന് രാവിലെ ഞാൻ ജോലിക്ക് പോയി ഉച്ചയായപ്പോഴാണ് ഇറങ്ങിയത്. ആക്ച്വലി ഇന്നാണെന്നുള്ള കാര്യം വരെ നമ്മൾ മറന്നുപോയി. ഇപ്പൊ ഞാൻ ഉച്ചയ്ക്ക് ചോദിച്ചുകൊണ്ട് ഇറങ്ങി. ഞാൻ വിചാരിച്ചു നൈറ്റ് ആയിരിക്കും പോകുന്നത്. പക്ഷെ ആള് വിളിച്ചിട്ട് വരാൻ പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ഞാൻ സുഖമായി ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. കൈൻഡ് ഓഫ് ഇന്ന് ശരിക്കും നൈറ്റ് ആണ്. ഇന്നത്തെ കുറെ കാര്യങ്ങൾ അവിടെ കാണിക്കാനുണ്ട്. ഒരു ലേക്ക് സൈഡിലുള്ള ഒരു ട്രെയിലർ RV സ്റ്റേ ആണ്. നമ്മുടെ ബ്രേക്കിംഗ് ബാഡ് സീരീസ് ഒക്കെ കണ്ടവർക്ക് അറിയാം. അതിനകത്ത് RV-നകത്തുള്ള ഒരു വീട് പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ് അവര്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബ്രേക്കിംഗ് ബാഡ് സീരീസ് അതെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് ബ്രേക്കിംഗ് ബാഡ് സീരീസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ സോ ആ സീരീസിന്റെ പോലൊരു കൈൻഡ് ഓഫ് സ്റ്റേ എക്സ്പീരിയൻസ് ആയിരിക്കും. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള എന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ആളുടെ ഒരെണ്ണം ഈ ജാനുവരിയിലായിരുന്നു. ഇവിടെ ജാനുവരിയിലാണ് ആളുടെ ബർത്ത്ഡേ. പക്ഷെ അപ്പൊ ഇവിടെ എക്സ്ട്രീം വിന്റർ. അപ്പം നമുക്ക് പുറത്തു പോയി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ. സോ അപ്പൊ അങ്ങനെ ഞങ്ങള് കാട്ടിൽ സ്റ്റേ അടിക്കാൻ പോവാണ് ഗൈസ്. എന്താവെന്ന് അറിയത്തില്ല, കൊതുക് കൊതുകിന്റെ അലർജി ഉണ്ട്. എന്റെ കൈ മുഴുവൻ ഇങ്ങനെ ചോറിഞ്ഞൊക്കെ വരും, അടിച്ചു തീർത്ത്. അപ്പൊ അങ്ങനെ നമ്മള് ഇവിടുന്ന് ഇനി ഒരു 2.5 hours ഉണ്ട്. ഇടയ്ക്ക് നല്ല നല്ല സ്പോട്ടുകളുണ്ട്. അത്യാവശ്യം നല്ല ഫോട്ടോ എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് ഞാനിതുവരെ ഇപ്പം ഈ കാണിക്കുന്ന റീജിയനിലെ നോർത്തേൺ ഒണ്ടാരിയോട്ട് ഞാൻ ഇതുവരെ ഡ്രൈവ് ചെയ്തിട്ടില്ല. നല്ല റോഡൊക്കെയാന്ന് പറയുന്നു. നോക്കണം ഇനി എന്താകുന്നു. വിന്ററിന് അവിടെ പോകാൻ പറ്റത്തില്ല. വിന്ററിന് പോയി കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയാ, റോഡൊന്നും അത്ര മെയിൻറ്റൈൻഡ് ആയിരിക്കില്ല. നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് മാപ്പിലില്ല. അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മള് മാപ്പിലില്ല, അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകണം. മാപ്പില് പോകുന്ന നമ്മള് ഒരു ബോട്ട് ലോഞ്ച് ചെയ്യുന്ന സ്ഥലം വരെ ഉള്ളൂ നമുക്ക് വണ്ടി പോകുള്ളൂ. അവിടുന്ന് കുറച്ച് ഉള്ളിലേക്ക് നടക്കണം. നമ്മൾ ട്രെയിലർ നമ്മൾ മാപ്പ് വെച്ചിട്ട് ലൊക്കേറ്റ് ചെയ്യണം എന്നാണ് അവര് ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞേക്കുന്നത്. ആളുടെ മെയിൽ ഒന്നുകൂടെ നോക്കണം. അല്ല ഞാൻ ആ ഒറ്റ തവണ വായിച്ചു. ഫോൺ എടുക്കും, എപ്പോഴും എന്റെ ഫോൺ എടുത്ത് കളിക്കും. അങ്ങനെ എന്റെ കളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കും. അല്ല ഇത് എനിക്ക് മനസ്സിലായത് വേറൊന്നുമല്ല. ക്രെഡിറ്റ് കാർഡ് ബുക്ക് ചെയ്തപ്പോഴത്തേക്കും അതിനകത്ത് നോട്ടിഫിക്കേഷൻ വന്നു. അങ്ങനെ എനിക്ക് മനസ്സിലായി. അല്ല എനിക്ക് സാലറി കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് പിന്നെ ക്രെഡിറ്റ് കാർഡ് നൈസായിട്ട് വലിച്ചു. പക്ഷെ നോട്ടിഫിക്കേഷൻ പോകുന്നുള്ള കാര്യം അല്ല, അവരും ചോദിക്കുന്നത് തന്നെ ക്രെഡിറ്റ് കാർഡ് തന്നെ വേണം, എന്നാലേ അവർ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബുക്കിങ്ങിന് അവർ കാരണം എന്തെങ്കിലും റീഫണ്ട് ഒക്കെ ആണെങ്കിൽ ഇവിടെ കാനഡയിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ്സ് എല്ലാം ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡ് ത്രൂ ആണ്. നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ അപ്ഫ്രണ്ട് പൈസ കൊടുത്തിട്ടല്ല ചെയ്യുന്നത്. കാരണം വേറൊന്നുമല്ല, ഇൻ കേസ് ഓഫ് ഒരു റീഫണ്ടോ എന്തെങ്കിലും ഫ്രോഡ്ലെൻസോ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്രെഡിറ്റ് കാർഡിലാണെങ്കിൽ അവർക്കത് ട്രേസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഡെബിറ്റ് ആണെങ്കിൽ കുറച്ച് പാടാണ് പൈസ തിരിച്ചു കിട്ടാനൊക്കെ. ഇൻ കേസ് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ പോലും ക്രെഡിറ്റ് കാർഡ് കമ്പനി നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും നമ്മളൊരു കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം നമ്മുടെ നാട്ടിലേക്കാളും ഒരുപാട് ഡിഫറെന്റ് ആണ്. അത് എന്താ ആയിക്കോട്ടെ, നമുക്ക് വേറെ വീഡിയോ ചെയ്യാം. അതെ, അത് കേറി ചൈനക്കാരുടെ കടയിൽ പോകണം. കാരണം ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് അത് ചൈനീസ് കടയല്ല, അത് ശരിക്കും കൊറിയൻ, ജാപ്പനീസ് എല്ലാം കിട്ടും. എനിക്ക് തോന്നുന്നത് ഒരു കൊറിയൻ കടയാണ്. പിന്നെ ഇനി അത് പറയണേ, ഞാൻ അങ്ങനെ പറയണം. എനിക്കിഷ്ടം ചൈനക്കാരുടെ കട. അത് ഭയങ്കര ചൈനീസ് സാധനങ്ങൾ കിട്ടും. നമ്മൾ അവിടുന്ന് ഇതൊക്കെ മേടിച്ചത്, നമ്മൾ ബ്യൂട്ടി സാധനങ്ങളൊക്കെ മേടിക്കുന്നത് അവിടുന്ന്. അവിടെ ഈ ജാപ്പനീസ്, ചൈനീസ് അങ്ങനത്തെ പ്രോഡക്ട്സ് ഒക്കെ കിട്ടും. സോ അവിടെ ഇവിടുത്തെ കേക്ക് ബാക്കിയുള്ള സ്ഥലത്ത് കേക്ക് കൊള്ളത്തില്ല. മറ്റേ ഷുഗറൈസിങ് ചെയ്ത പോലത്തെ കേക്ക്, വിപ്പിംഗ് ക്രീം അല്ല. കേക്കൊക്കെ നാട്ടിലത്തെ കേക്ക് അടിപൊളി. പിന്നെ ഇവിടുത്തെ കൊള്ളാം. മൂസ് കേക്ക് അല്ലേ? മൂസ് കേക്ക് തന്നെ പറഞ്ഞു മേടിക്കുന്നത്. മൂസ് കേക്ക് ആണോ മറ്റേ എനിക്ക് തോന്നിട്ട് മാംഗോ കേക്ക് തന്നെ മേടിക്കുന്നതായിരിക്കും നല്ലത്. അവിടെ നിന്ന് മേടിക്കാം. അവിടെ ചെന്നിട്ട് ബാക്കി കാണിച്ചു തരാം. എനിക്ക് കൈ കളിക്കുന്നത്
നമ്മൾ കടയിലെത്തി. നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് കടയുടെ അകത്ത് പോകുക. ഇനി ഇവിടെ കേക്കില്ലെങ്കിൽ ഇപ്പം ഞാൻ നൈസായിട്ട് ചെയ്യും. അങ്ങനെ ഞങ്ങളിത് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇതൊരു വലിയൊരു ഹൈപ്പർ മാർക്കറ്റാണ്. കൊറിയൻ, ജാപ്പനീസ്, ചൈനീസ് സാധനങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടും കിട്ടുക. അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ നമ്മളിങ്ങനെ നോക്കും. കാരണം അവിടെ ഇന്ത്യൻസ് ഭയങ്കര റയറായിട്ടേ അവിടെ വരാറുള്ളൂ. കാരണം കൂടുതലും അവരുടെ സാധനങ്ങൾ മീൻസ് കൊറിയ, ജാപ്പനീസ് സാധനങ്ങളൊക്കെയാണ് അവിടെ വിൽക്കുക. പിന്നെ ഇവിടെ മറ്റേ ട്രെൻഡിങ് ആയിട്ടുള്ള ജാപ്പനീസ്, കൊറിയൻ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും. സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ. പിന്നെ എന്താ നമ്മളിവിടെ നടക്കുമ്പോൾ കണ്ടില്ലേ, ഇവിടെ അതാ ചിക്കൻ, പോർക്ക് ഇതൊക്കെ ഗ്രില്ല് ചെയ്യാനും ബാർബിക്യൂ ചെയ്തതൊക്കെ അങ്ങനെ ഹോളായിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഒരുപാട് അവരുടെ വെറൈറ്റീസ് ഓഫ് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ബേക്കറിയുടെ അവിടോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഭയങ്കര ഫ്രഷ്ലി ബേക്ക്ഡ് ആയിട്ടുള്ള സാധനങ്ങളുടെ സ്മെല്ല് നമുക്കിങ്ങനെ കിട്ടും. നമ്മളിങ്ങനെ ബേക്കറിയുടെ അങ്ങോട്ടേക്ക് നടന്നു. നമ്മൾ കേക്ക്സാണ് നോക്കുക. കാനഡയിൽ വന്നിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് കേക്ക് കിട്ടുന്ന സ്ഥലം ഇവിടെയാണ്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ കേക്കിൻ്റെ ടേസ്റ്റ് അല്ല. ഇത് ലൈക്ക് ഒരു ഷുഗറിങ് ഐസിങ്ങിൻ്റെ ടേസ്റ്റാണ്. ഇവിടെ നമുക്ക് കറക്റ്റ് ആ ക്രീമിൻ്റെ കേക്ക്സ് കിട്ടും. ഒരുപാട് കേക്ക്സ് അവിടെ ഉണ്ട്. ക്യൂട്ടായിട്ടുള്ള കേക്ക്സൊക്കെ ഉണ്ട്. അതിൽ ഞങ്ങളൊരു കേക്ക് സെലക്ട് ചെയ്തു. അങ്ങനെ കേക്ക് വാങ്ങിച്ചു. ഞങ്ങളൊരു മാംഗോ പുഡിങ് കേക്കാണ് വാങ്ങിച്ചത്. കേക്ക് കിട്ടി. ആ കേക്കിൻ്റെ കൂടെ ഒരു ക്യാൻഡിലും പിന്നെ ഇത് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയൊരു മറ്റേ ഇതും സംഭവം നമുക്ക് കിട്ടി. ആൻഡ് അത് വാങ്ങിച്ചോ. അതിൻ്റെ കൂടെ ഞാൻ അവിടെ നോക്കിയപ്പോഴത്തേക്കും ഇവിടെ സ്മോൾ പാക്കറ്റ്സിൽ ഇങ്ങനെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇരിക്കുന്നുണ്ടോ. അപ്പോൾ ഞാൻ അത് ഒരെണ്ണം വാങ്ങിച്ചു. അങ്ങനെ അവിടെ നിന്ന് ബില്ല് ചെയ്ത് ഇറങ്ങി. അങ്ങനെ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. സിലു ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ആൾ കേക്ക് കിട്ടുമോ ഇല്ലെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം. കാരണം ഇവിടെ നേരത്തെ നമുക്ക് പ്രീ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അവർക്ക് ലാംഗ്വേജ് അറിയാത്തതുകൊണ്ട് നമുക്കത് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് അറിയില്ല. അവർ കൂടുതലും കൊറിയൻ അല്ലെങ്കിൽ ജാപ്പനീസ് അങ്ങനത്തെ ലാംഗ്വേജസ് ആണ് സംസാരിക്കുന്നവർ. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. എന്തായാലും നല്ലൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ വിചാരിച്ച കേക്ക് നമുക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് പിന്നെയും നമ്മുടെ ചെയ്യാണ് റീസ്റ്റാർട്ട് ചെയ്തു. അപ്പം നമ്മൾ പോകുന്നത് ഫസ്റ്റ് ഇനി ബാരി വഴിയാണ്. അപ്പം ട്രാൻസ് കാനഡ ഹൈവേ 400 നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലോങ്ങസ്റ്റ് ആയിട്ടുള്ള വൺ ഓഫ് ദ ലോങ്ങസ്റ്റ് ഹൈവേ തന്നെയാണെന്ന് പറയാം നമുക്ക്. അതിൽ നമ്മുടെ ടൊറൻറ്റോയും അതുപോലെ തന്നെ ബാരിയും കൂടെ കണക്ട് ചെയ്യുന്നൊരു ഹൈവേ ആണ് ഹൈവേ 400 എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നോർത്തേൺ ഒണ്ടാരിയോയുടെ റീജിയൻസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു റൂട്ടാണിത്. അതായത് നമുക്ക് മുസ്കോക്ക അതുപോലെ ജോർജിയൻ ബേ അങ്ങനെയുള്ള കുറേ നോർത്തേൺ ഒണ്ടാരിയോ സിറ്റീസിൽ നമുക്ക് ഈ ഹൈവേ യൂസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റും. അപ്പം ഏകദേശം നമ്മുടെ ഇനിയൊരു 225 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ കാണിക്കുന്നത് വെറും 2 hours ആണ്. അത്യാവശ്യം നല്ല ദൂരം തന്നെ നമുക്ക് ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ കണക്ട് ചെയ്യാൻ പറ്റും. വേറെ ഒന്നുമല്ല, നമ്മുടെ ടൊറൻറ്റോയിലുള്ള ഹൈവേസിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ മാക്സിമം 100 kilometers ആണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമുക്ക് ചില സ്ഥലങ്ങളിൽ 110 kilometers വരെ നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റും. അപ്പം ഞങ്ങൾ അധികം എന്താ പറയുക ട്രാഫിക്കൊന്നും കിട്ടിയില്ല. ഞങ്ങൾ ഒരു 2 hours തന്നെ നമ്മൾ വിചാരിച്ച സമയത്തിനുള്ളിൽ തന്നെ നമുക്കവിടെ എത്താൻ പറ്റി. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓൾമോസ്റ്റ് നമ്മളതിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ കാണാം ഇവിടെ ബോട്ട് ലോഞ്ച് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ഇതൊരു പബ്ലിക് ബോട്ട് ലോഞ്ചിങ് സ്പേസ് ആണ്. ഇവിടെ നമുക്ക് ബോട്ടുള്ളവർ ഇതുപോലെ ട്രെയിലറിൻ്റെ പുറകിൽ ബോട്ട് കണക്ട് ചെയ്യും. ഇവിടെ കൊണ്ടുവന്ന് വണ്ടി റിവേഴ്സ് വെച്ചിട്ട് അവർ ആ ലേക്കിലേക്ക് ബോട്ട് ലോഞ്ച് ചെയ്യും. എന്നിട്ട് അപ്പോൾ അതൊക്കെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു ഈവനിങ് ആകുമ്പം ബോട്ട് പിന്നെയും തിരിച്ച് കൊണ്ടുവന്ന് റീകണക്ട് ചെയ്യും. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ്. അവരുടെ ഒരു സമ്മറിലുള്ളൊരു വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ടിവിറ്റിയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇതല്ല വഴി. ഇവിടുന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങി പോകണം. ഞാൻ അബദ്ധത്തിൽ അവരുടെ വേറൊരു റൂട്ടിലേക്ക്, എനിക്ക് തോന്നുന്നു ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. എൻ്റെ പുറകിൽ കുറേ ക്വാറിയും അങ്ങനെയുള്ള കുറച്ച് ബിസിനസ്സൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ ഒരു സ്പേസാണിത്. അപ്പോൾ നമുക്കിത് വണ്ടിയൊന്ന് റിവേഴ്സ് എടുത്ത് നമ്മൾ താഴെയുള്ള വഴി കൂടെ നമ്മുടെ റിസോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റിസോർട്ട് ഇൻ ദ സെൻസ് നമ്മളൊരു നാട്ടിലെ റിസോർട്ട് പോലെയല്ല. ഇത് കൈൻഡ് ഓഫ് നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങൾ ഇതിൻ്റെ ഒരു ഫോട്ടോ എന്നെ സിലു കാണിച്ചിട്ടുണ്ടായിരുന്നു വരുന്ന വഴിക്ക്. അപ്പോൾ ഒരു ട്രെയിലർ എക്സ്പീരിയൻസ് ആണ്. കുറേ ട്രെയിലേഴ്സ് ഇങ്ങനെ പല പല സ്ഥലങ്ങളിലായിട്ട് അവരിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അതൊരു റിസോർട്ട് പോലെ അവർ സെറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പം നമ്മളിത് എവിടെ വണ്ടി എത്തി. ഹായ്, അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. നമ്മുടെ വണ്ടി നമ്മളിവിടെ ബാക്കിൽ പാർക്ക് ചെയ്തു. ഇതാണ് നമ്മൾ നിൽക്കാൻ പോകുന്ന സ്പോട്ട്. അത്യാവശ്യം നല്ല സ്പോട്ട് അത്യാവശ്യം. ഇനി നമുക്കുള്ള മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിലർ ഏതാണോ അതിൻ്റെ ലൊക്കേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇത് കൈൻഡ് ഓഫ് ഒരു കാർഡാണ്. അതിൽ പല സ്ഥലങ്ങളിലായിട്ടാണ് ഇവരിൽ എന്താ പറയുക ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ട്രെയിലേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ട്രെയിലർ നമ്പർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നോക്കിയപ്പം നമ്പർ 10 ആണ്.
അപ്പോൾ 10 എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാനിങ്ങനെ അത് കണ്ടുപിടിക്കാനുള്ള യാത്രയിലാണ്. അതിനിടയ്ക്ക് സിലു ഇങ്ങനെ കുറേ പുറകിൽ നിന്നൊക്കെ വിളിച്ച് എന്നെ ചൊറിയുന്നുണ്ട്. ആൾക്കൊരു ടെൻഷനൊന്നുമില്ല, പക്ഷേ അറിയില്ലല്ലോ നമുക്ക് സേഫ്റ്റി അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് കൺസേൺ ഉള്ള കാരണം ഞാൻ കുറച്ചൊന്ന് കൺസേൺഡ് ആണ് ആ കാര്യത്തിൽ. പക്ഷേ എന്നാലും കുഴപ്പമില്ല. ഇവിടെ വന്നപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ പല പല ട്രെയിലേഴ്സിലൊക്കെ ആയിട്ട് അതിൻ്റെ മുമ്പിലൊക്കെ ഇരുന്ന് കുക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു ദൂരത്തെ ഒരു ട്രെയിലർ ഉണ്ടാവും, എനിക്ക് തോന്നുന്നത് എം ടി ആണ്, അവിടെ ഞാൻ ആരെയും കണ്ടില്ല. നമുക്ക് തൊട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ട്രെയിലറിൽ അത്യാവശ്യം ആൾക്കാരുണ്ട്, ട്രെയിലർ നമ്പർ 1. അങ്ങനെ ഞങ്ങളിതാ നടത്തം തുടരുകയാണ് കാട്ടിലൂടെ. കടലിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. ഓരോന്നും ഇങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് ഇതിൻ്റെ ബാക്കി കണ്ട ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. നമ്മൾ പോയിട്ട് നമ്മളത് കണ്ടുപിടിക്കണം. കറക്റ്റ് കാട്ടിക്കൂടെ പോകുന്ന വൈബ്. ഫുൾ കാടാണ്, എല്ലാം മൊത്തം കാട്. നല്ല രസമുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. നമ്മളിപ്പോൾ നമ്മുടെ ട്രെയിലറിൽ ഏതെന്ന് അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ 10 ആണ്. നമ്പർ 10 ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അത് തപ്പിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് അതാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ കുറേ നേരത്തെ നടത്തത്തിന് ശേഷം ഞങ്ങളിതാ ഞങ്ങളുടെ ട്രെയിലർ കണ്ടെത്തിയിരിക്കുകയാണ്. ഒരു അടിപൊളി ഒരു സ്പോട്ടിലാണ് നമ്മുടെ ട്രെയിലർ അവർ വെച്ചേക്കുന്നത്. അതായത് ലേക്കിൻ്റെ ഒരു താഴേക്കൊരു ഇറക്കമുണ്ട്. അത് കഴിഞ്ഞ് ലേക്ക് ഇവിടെ ഇരിക്കാൻ കുറച്ച് ബെഞ്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഫയർ പിറ്റുമൊക്കെ നമുക്ക് നൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ മുകളിൽ കുറച്ച് ട്രെയിലേഴ്സൊക്കെ അവർ വെച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെയൊക്കെ ഫ്രണ്ട് ഫേസിങ് വേറെ സ്ഥലത്തായതുകൊണ്ട് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ ആരുമില്ല. ഇതൊരു ഇൻറ്റീരിയർ വ്യൂ ആണ്. അതിൻ്റെ ഒരു നമുക്കൊരു ഹോം ടൂർ ചെയ്യുകയാണെങ്കിൽ കിച്ചൺ ഇവിടെ ഉണ്ട്. അതുപോലെ നമുക്ക് ബെഡ്റൂം, അതിൻ്റെ പുറകിലായിട്ട് ബെഡ്റൂം. പിന്നെ നമുക്കിവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫോറസ്റ്റ് വ്യൂ ആണ്. ഫോറസ്റ്റ് വ്യൂ, പിന്നെ ഒരു ഇങ്ങനെ ഫ്രിഡ്ജ്, കുറച്ച് യൂട്ടൻസിൽസൊക്കെ അവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് ഒരു 1 വീക്കോളം എനിക്ക് തോന്നുന്നു സർവൈവ് ചെയ്യാനുള്ള എല്ലാ ഇതും ഇതിനകത്ത് തന്നെയുണ്ട്. നമ്മൾ ഫുഡ് ഐറ്റംസ് മാത്രം കൊണ്ടുവന്നാൽ മതി, ബാക്കി എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യും. ഇവിടെ ഒരു ഡൈനിങ് സ്പേസ് ഉണ്ട്, നമുക്കൊരു ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും അവർ ഒരുമിച്ച് അറേഞ്ച് ചെയ്തേക്കുന്നത്. ട്രെയിലർ ആയതുകൊണ്ട് തന്നെ കുറച്ച് അതിൻ്റേതായ സ്ഥലപരിമിതികളുണ്ട്. ഇവിടെ ഒരു സോഫ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളൊരു പുറത്തേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് കാണാം ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ആംബിയൻസ് അവർ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഓരോ ട്രെയിലേഴ്സും അവർ സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നു, പക്ഷേ ഈ ട്രെയിലറിൻ്റെ ഞാൻ ഒരു വാക്ക് അറൗണ്ട് ഞാൻ ചെയ്തു ഇതിന് നമ്മൾ കയറുന്നതിന് മുമ്പ് തന്നെ. കാരണം അതിൻ്റെ സേഫ്റ്റിയൊക്കെ നമുക്കൊന്ന് പരിശോധിക്കണമല്ലോ. അപ്പം അവിടെ ഒരു വാഷ്റൂം, അങ്ങനെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം നമ്മളൊരു ഒരു ഗ്യാങ് ആയിട്ട് വരുവാണെങ്കിൽ അത്യാവശ്യം ഒരു 3 പേർക്കോളം ഈ ഒരു ചെറിയൊരു റൂമിൽ തന്നെ നമുക്ക് നൈറ്റും സ്റ്റേ ചെയ്യാവുന്നതാണ്. അപ്പുറത്തൊരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ട് ഇതിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട്. അപ്പോൾ അവിടെയും നമുക്കൊരു ഫാമിലിക്കോ അങ്ങനെ അല്ലെങ്കിൽ ഒരു കപ്പിളിനോ ഒക്കെ ഇവിടെ നമുക്ക് കിടക്കാവുന്നതാണ് നൈറ്റിൽ. ഹലോ ഗൈസ്, ഞങ്ങൾ പോയി റൂമൊക്കെ നോക്കി. അടിപൊളി, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ, ഫുൾ കാട് വൈബ്. ലൈക്ക് നമ്മൾ ഹോട്ടലിൽ പോയി നിൽക്കുന്ന എക്സ്പീരിയൻസ് ഒന്നും അല്ല, ഇത് വേറെ ആരുമില്ല, കോസി, ഭയങ്കര കാടിന്റെ ഒച്ച. ഇഷ്ടപ്പെട്ടാടാ? പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ കണ്ടത് അവിടെ നമ്മൾ മാത്രമല്ല 1 വീക്കും 2 വീക്കൊക്കെ ആയിട്ട് വന്ന് താമസിക്കുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾ റൂമിൽ ചെന്ന സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങോട്ടേക്ക് കാണാമെന്ന് പറഞ്ഞ് ഇറങ്ങി. അപ്പം ഞങ്ങളൊരു ലേഡിയെ മീറ്റ് ചെയ്തു. അവർ പറഞ്ഞു ഒരു ടണലുണ്ട്, ആ ടണലിൽ കൂടെ പോയാൽ നമുക്ക് അടിപൊളിയായിട്ടൊരു പാർക്ക് വ്യൂ കിട്ടുമെന്ന്. അങ്ങനെ അവർക്ക് ഒരു ഡോഗ് ഉണ്ട് കേട്ടോ അവരുടെ കൂടെ. ലെഫ്റ്റി എന്നാണ് ആ ഡോഗിൻ്റെ പേര്. ലെഫ്റ്റി ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മളായിട്ട് ലൈക്ക് നമ്മൾ ഫുഡൊക്കെ കൊടുത്തു. അവർ നമുക്ക് ലെഫ്റ്റിക്കുള്ള ഫുഡ് തന്നു. നമ്മൾ ആ ഫുഡായിട്ടൊക്കെ കൊടുത്തു. ഞാൻ തൊട്ടില്ല, എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷെ സ്വത്തിന് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. സ്വത്ത് ഇടയ്ക്കിടയ്ക്ക് അതിന് ഫുഡ് കൊടുക്കുകയോ അതിനെ കളിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് സ്വത്തിൻ്റെ നേരെ ചാടി കളിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് നമ്മുടെ കയ്യിലെ ഫുഡ് തീരുമ്പോഴത്തേക്കും അതിങ്ങനെ കടിക്കാൻ വരുന്ന ഒത്ത സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ടണലിൽ കൂടെ കയറി ഒരു പാർക്കിലെത്തി. ഭയങ്കര ഫുൾ, നമ്മൾ പ്രതീക്ഷിക്കത്തില്ല ലൈക്ക് ഒരു ഇത്രയും നല്ലൊരു ഗ്രീനറിയിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അവിടെ ഒരു അമ്മച്ചെ കണ്ടല്ലേ, പുള്ളിക്കാരി ഞങ്ങളെ നടക്കാൻ ഇറങ്ങിയിട്ട് ഇവിടെ കൊണ്ടെത്തിച്ചു. ഞങ്ങൾ കാർ എടുക്കാനാന്ന് പറഞ്ഞിട്ട്, കാറിൽ നിന്ന് സാധനങ്ങൾ എടുക്കാനാന്ന് പറഞ്ഞിട്ട് നിന്നപ്പോഴത്തേക്ക് അവരൊരു ഡോഗിനെ കൊണ്ട് വന്നു. സ്വത്താണെങ്കിൽ ആ ഡോഗിന്റെ പിന്നിലെ പോയി. പിന്നെ അവർ ഞങ്ങൾ ഏതോ ഒരു ടണലിൽ കൂടെ പാർക്കിൽ കൊണ്ട് എത്തിച്ചു എന്ന് പറഞ്ഞ് എൻജോയ് ചെയ്തോന്ന് പറഞ്ഞ അവര് ഞങ്ങളെ ഇട്ടിട്ട് പോയി. ഈ സ്ഥലം അടിപൊളി, അവരില്ലായിരുന്നെങ്കിൽ നമ്മളിത് കാണത്തില്ല. സൂപ്പറായിരുന്നു. ശരിയാ,
നല്ല വ്യൂ അല്ലേ, നല്ലൊരു ആംബിയൻസും ഉണ്ട്. അവിടെ കുറെ ഡോഗ്സ് ഒക്കെ കളിക്കുന്ന ആ ഞങ്ങൾ അങ്ങോട്ട് നടന്നിട്ട് വരാം. കുറച്ച് ഡോഗ്സിൻ്റെ അവിടെ പ്ലേ ഗ്രൗണ്ട് ആണെന്ന് പറഞ്ഞു, ഡോഗ്സിന് വേണ്ടിയിട്ടുള്ള പ്ലേ ഗ്രൗണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം പാർക്കിലൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. ഡോഗ്സിനുള്ള ഒരു പ്ലേ ഏരിയ ഒക്കെ ഞങ്ങൾ പോയി കണ്ടു. വീഡിയോസ് എടുക്കാൻ പറ്റില്ല കാരണം അവിടെ ഡോഗ്സിൻ്റെയൊക്കെ ഓണേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം ചില ആൾക്കാർക്ക് ഇവിടെ അങ്ങനെ അവരുടെ പെറ്റ്സിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോസ് ഒന്നും എടുക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഞങ്ങൾ അവരുടെ പ്രൈവസിയിലേക്ക് ഞങ്ങൾ കൈകടത്തിയില്ല. അവർക്ക് അവരുടേതായ ഒരു സ്പേസ് നമ്മൾ കൊടുത്തു, അത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങൾ ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു, അത്യാവശ്യം കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അത് തിരിച്ച് വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോട്ട് ലോഞ്ച് ചെയ്യുന്ന ഒരു ഡെക്കാണിത്. ഒരു ബോട്ട് അവിടെ ലോഞ്ച് ചെയ്യുകയാണ് അവർ. അവരുടെ ട്രക്കിൽ നിന്ന് ബോട്ട് പതുക്കെ അവർ ലേക്കിലേക്ക് ഇറക്കി. ഇനി അതവർ സ്റ്റാർട്ട് ചെയ്ത് ഇതൊരു ജോർജിയൻ ബേയിലുള്ള ഒരു വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ലേക്കാണ്. അപ്പോൾ ഈ ലേക്കിന് ചുറ്റും അവരിങ്ങനെ ജസ്റ്റ് റൈഡൊക്കെ ചെയ്ത് ഈവനിങ് ആകുമ്പം അവർ തിരിച്ചു വരും. ഇവിടെ സൈഡിൽ ഈ പാർക്കിൽ വന്ന് ഇപ്പം ബാർബിക്യൂ ഒക്കെ ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് നേരം ഈവനിങ് ഒക്കെ അവർ ടൈം സ്പെൻഡ് ചെയ്തിട്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് പോകും. ഇപ്പോൾ ഒരു ഹോൾ ഡേ അവർക്ക് എന്താ പറയുക, ലേക്കിൻ്റെ ആ ഒരു ആംബിയൻസും അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഇത് എക്സ്പീരിയൻസ് അവർ ചെയ്തതിന് ശേഷം അവർ വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലേക്ക് പോകും. അതിൻ്റെ ഇടയ്ക്ക് സിലു അവിടെ കണ്ട ഒരു കുറേ കാട്ടുപൂക്കളെല്ലാം പറിച്ച് എനിക്കൊരു ബൊക്കെയൊക്കെ ഉണ്ടാക്കി തന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വൈകുന്നേരം തിരിച്ചെത്തി. ഒരു 1 hour നമ്മളവിടെ സ്പെൻഡ് ചെയ്തു പാർക്കിൽ. പിന്നെ നമുക്ക് നൈറ്റിലേക്കുള്ള കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. അതുപോലെ കേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, അത് അഴിച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് മെൽറ്റായി പോകും. മൂസ് കേക്കാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അപ്പം ഞങ്ങളിത് അതിൻ്റെ ഉള്ള കുറേ കാര്യങ്ങളിലേക്ക് ഇപ്പം നമ്മൾ എൻഗേജ്ഡ് ആവും. ദൂരെ നമ്മുടെ ലേക്ക് ഉണ്ട്. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യൂ ഇതാണ്. നമ്മൾ ഡോറ് തുറക്കുമ്പോൾ തന്നെയുള്ള ഒരു വ്യൂ. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ പതുക്കെ സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അതൊന്ന് അഴിച്ച് ഈ ബോക്സിൽ നിന്ന് മാറ്റണം, കാരണം നമ്മൾ കുറേ നേരം ഡ്രൈവ് ചെയ്ത് വന്നാലേ. കുറച്ച് അടുക്കിപ്പറക്കൊക്കെ കഴിഞ്ഞു, ഏകദേശം സെറ്റായി. ഇനി നമുക്ക് ഷൂസൊക്കെ ഊരാം, എന്നിട്ട് നമുക്ക് ഞാൻ ഓൾറെഡി ഊരി ഗൈസ് കായലിലിറങ്ങാം. ഞങ്ങൾക്ക് രാത്രി ഞങ്ങളിവിടെ ഫുഡ് നമ്മൾ ബാർബിക്യൂ ഒക്കെ ചെയ്യാൻ പ്ലാനുണ്ട്. അപ്പം നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഞങ്ങളതേപോലെ ജ്യൂസൊക്കെ കുടിച്ച് വന്നിട്ട് ദാഹിച്ചിട്ട് വയ്യായിരുന്നു. നമ്മളത് സെറ്റായി. ഇനിയിപ്പോൾ നമുക്ക് ഫുഡിനുള്ള പരിപാടികൾ നോക്കണം. നാട്ടിൽ നിന്ന് കിട്ടുന്ന ട്രോപ്പിക്കാനോட ടേസ്റ്റ് അല്ല, ഇവിടുത്തെ ക്വാളിറ്റി നല്ല പുളിയുള്ള ഓറഞ്ച് കൊണ്ടാണ് ട്രോപ്പിക്കാനോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വന്ന് സെറ്റ് ചെയ്തു. ഇത് ബാക്കിൽ കാണുന്ന നമ്മുടെ ട്രെയിലറാണ്. ഇവിടെ നല്ലൊരു വൈബുണ്ട്, നല്ല എന്താ പറയുക, ഒരു കാം ആൻഡ് ക്വയറ്റ് അല്ലേ, നല്ലൊരു ആംബിയൻസ് ഉണ്ട്. ഞങ്ങൾ പോയ പാർക്കും കൊള്ളായിരുന്നു. ജസ്റ്റ് നടന്നിട്ട് നമ്മൾ അവിടെ അത്രയും വണ്ടികളുള്ള സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഭയങ്കര കാമായിട്ടുള്ള സ്ഥലം. ആകെ കേൾക്കുന്നത് ഈ ലൈക്ക് കാറ്റടിക്കുമ്പോൾ ഇലകൾ അനങ്ങുന്ന സൗണ്ടും കിളികളുടെ സൗണ്ടൊക്കെ മാത്രമേ ഉള്ളൂ. പിന്നെ ദൂരെ ഒരു ഹൈവേ ഉണ്ട്, അതിനകത്ത് ഇടയ്ക്ക് വണ്ടി പോകുന്ന സമയം അല്ലേ, ഇടയ്ക്ക് ദൂരെ ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്ന് ഞാൻ കേൾക്കാം വണ്ടി ഇങ്ങനെ. എനിക്ക് വെള്ളത്തിൽ നിന്ന് ഇറങ്ങണം, വെള്ളം കണ്ടിട്ട് കാല് നനയ്ക്കാൻ തോന്നും. അത് എത്ര ആഴുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, നമുക്ക് നീന്തലും അറിയാത്ത. വെറുതെ ഇറങ്ങണോ, ആവശ്യം കാണിക്കണോ, നമുക്ക് വെറുതെ സേഫായിട്ട് വീട്ടിൽ പോവാം. കൊതുകുണ്ട്. എടാ അപ്പുറത്തെ ഡക്ക് ഉണ്ട് നോക്കി അല്ലേ. പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട് ഇത് ഉള്ളതിൽ വെച്ചിട്ട് കുറച്ച് പ്രൈവസി ഉള്ളത് ഇതിനാ. കാരണം ബാക്കിയുള്ളത് ലൈക്ക് സ്റ്റേ ആയിട്ട് ഒരു ബന്ധമില്ല, നമ്മൾ മാത്രം ഇവിടെ ഒറ്റയ്ക്കുള്ള പോലെ ഒരു ഫീലുണ്ട്. എൻറ്റയർ സ്പേസ് നമുക്ക് ഇത് കണ്ടോ, ഈ ട്രെയിലർ കഴിഞ്ഞാൽ ഇതാ ഇത് ഇത്രയും പോർഷൻ. ആ ബാക്കിൽ കാണുന്നത് അവരുടെ എന്തോ ഓഫീസ് എന്തോ കാര്യങ്ങളാണ്, ഇത്രയൊക്കെ ഉള്ള ഓഫീസ് ഇതാ ഇവിടെ. പിന്നെ ഇതിൻ്റെ മുകളിലൊരു ഇതുണ്ട്, പക്ഷെ അവരുടെ ഫ്രണ്ട് ഫേസിങ് അങ്ങോട്ടാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ആ ഒരു ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പുറത്ത് താമസിക്കുന്നവർക്കൊരു പട്ടിയുണ്ട്, അവർ ബോളൊക്കെ എറിഞ്ഞെടുത്ത് പട്ടീനെ കളിപ്പിക്കുന്നൊക്കെ. ഇതല്ലേ കോമഡി. ഞങ്ങൾ ഇവിടുന്ന് പോയപ്പോഴത്തേക്ക് ആ അമ്മൂമ്മ ഒരു പട്ടീനെയും കൊണ്ട് വന്ന്, എന്നിട്ട് അവര് പറഞ്ഞു കടിക്കത്തില്ല, തൊട്ടോന്ന് സ്വത്ത് തൊട്ട് എന്റെ നേരെ അതിങ്ങനെ കിറന്ന് പറഞ്ഞോണ്ട് എനിക്കാണ് തൊടണ്ട. ഫ്രഞ്ച് ബുൾഡോഗ് അത്യാവശ്യം എന്താ പറയാ, ബുൾഡോഗ് എല്ലാം കുറച്ച് അഗ്രസീവ് ആണ്. പക്ഷെ എനിക്ക് ആക്ച്വലി പട്ടികളെ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് എന്താ പട്ടിനെ ഇഷ്ടപ്പെട്ടില്ല. ബുൾഡോഗ് കടിക്കുന്ന ഇനമാ, എനിക്ക് പട്ടിനെ ഇഷ്ടപ്പെട്ടില്ല. ബുൾഡോഗ് അതെല്ലാം കടിക്കുന്ന ഇനം പട്ടികളാണ്. അപ്പം അത് അവർ പറഞ്ഞു കടിക്കത്തില്ല, പാവമാണ്, കുഞ്ഞാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ
അങ്ങനെ ലേക്കിൻ്റെ അവിടെ നിന്ന് സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് എഴുന്നേറ്റ് രാത്രിത്തേക്കുള്ള ഫുഡിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങി. നമുക്ക് കബാബ് ഉണ്ടാക്കാനുള്ള കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തു. അതുപോലെ തന്നെ മഷ്റൂം സോസ് ഉണ്ടാക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. പിന്നുള്ളത് ബാർബിക്യൂ ആണ്. ബാർബിക്യൂവിന് ജസ്റ്റ് മാരിനേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ മീറ്റൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് അത് കുഴപ്പമില്ല. ഇതാ ഇവിടെ സിലു ഇവിടെ മഷ്റൂം ബട്ടർ മസാല അങ്ങനെയാണ് പുള്ളിക്കാരി പറഞ്ഞത്, എന്താവും എന്നറിയില്ല. ഇതാ അങ്ങനെ കബാബിനുള്ള സാധനങ്ങളൊക്കെ ഓൾറെഡി ഞങ്ങൾ സെറ്റ് ചെയ്തു. മഷ്റൂം ബട്ടർ മസാല അവിടെ കുക്കായിക്കൊണ്ടിരിക്കുന്നു, ഏകദേശം ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ബാർബിക്യൂവിനുള്ള കാര്യങ്ങൾ മാത്രം സെറ്റ് ചെയ്താൽ മതി. അപ്പം പ്രൊപ്പീൻ ബാർബിക്യൂ ആണ്, നമ്മുടെ കൺവെൻഷണൽ ബാർബിക്യൂ അല്ല. അതിന് മുമ്പായിട്ട് നമ്മൾ ഫയർ പിറ്റ് സെറ്റ് ചെയ്തു. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു. നൈറ്റ് ആകുന്നതോറും തണുപ്പ് കൂടിക്കൂടി വന്നു. നമുക്ക് പുറത്തിരിക്കാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്, കേക്കൊക്കെ സെറ്റ് ചെയ്യാമെന്ന്. പക്ഷേ ലൈറ്റിൻ്റെ ഒരു അവൈലബിലിറ്റി കുറവാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഇവിടെയുള്ള മറ്റ് ആൾക്കാർക്ക്, അതായത് മറ്റ് ടെനൻസിന് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാത്ത രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞങ്ങളതും റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ നേരെ ട്രെയിലറിൻ്റെ ഉള്ളിൽ തന്നെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ ലൈഫിലെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ കേക്ക് തന്നെ കട്ട് ചെയ്തത്. കുറേ ബർത്ത്ഡേസ് ഒന്നും ഞാൻ സെലിബ്രേറ്റ് ചെയ്തിട്ടേ ഇല്ല. അപ്പം ഇത് സിലുവിൻ്റെ നിർബന്ധമായിരുന്നു, നമ്മൾ ഇത്തവണ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. അതുപോലെ നമ്മൾ വീട്ടിലല്ലാതെ നമ്മൾ പുറത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു വെറൈറ്റി ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരിക്കും എന്ന് സിലുവിന് ഭയങ്കര ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളങ്ങനെ കേക്കൊക്കെ മുറിച്ചു. ഞങ്ങൾ കുറേ നേരം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് ഒരുമിച്ച്. ഫൈനലി നമ്മൾ ബാർബിക്യൂവിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ലൈറ്റ് കുറവായിരുന്നു, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫോണിൻ്റെ ഫ്ലാഷാണ് യൂസ് ചെയ്തത് നമുക്ക് ടോട്ടൽ ഒരു കുക്കിങ്ങിന്. അങ്ങനെ ഡിന്നറൊക്കെ റെഡിയായി. സ്റ്റേക്കും അതുപോലെ തന്നെ ബർഗർ, സോസേജ്, ദെൻ കബാബ്, ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ആ ഒരു ചെറിയൊരു ടൈമിനുള്ളിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്തു. സോസേജ് എനിക്ക് അത്ര വിശ്വാസമില്ല, എങ്ങനെ ആയി വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇത്രയും കാണുമ്പോൾ വിചാരിക്കും ഞങ്ങൾ കുറേ കഴിക്കുമെന്ന്, അറിയില്ല ഇതിനകത്ത് പകുതി പോലും കഴിക്കാൻ പറ്റുമെന്ന്. എന്തായാലും ഞങ്ങളുടെ ഡിന്നർ എല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞങ്ങളിനിയിപ്പോൾ പതുക്കെ ഇതെല്ലാം കഴിച്ച് കിടക്കാനുള്ളൊരു ഇതിലേക്ക് പോവുകയാണ്. അപ്പം ഇറ്റ് വാസ് എ വണ്ടർഫുൾ നൈറ്റ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ വിൻഡോയിൽ നിന്ന് കാണുന്നൊരു വ്യൂ ആണിത്. നല്ലൊരു ബ്യൂട്ടിഫുൾ സൺറൈസ്. ഭയങ്കര ഹാപ്പി. ഞങ്ങളിത് ശരിക്കും പ്ലാൻ ചെയ്തതല്ല, ബട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അത് ഞങ്ങൾ ലേക്കിൻ്റെ സൈഡിൽ പോയി. ഇങ്ങനെ ഗോൾഡൻ അവറിലെ ഒരു സൺറൈസിൻ്റെ അതൊരു പ്രത്യേക ഒരു ഫീല് തന്നെയാണ്. ഒരു എന്താ പറയുക, വല്ലാത്തൊരു റൊമാൻറ്റിക് ഫീലാണോ അല്ലെങ്കിൽ എന്താ ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു ഫീലാണോ എനിക്കറിയില്ല. ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരുന്ന കാണാനായിട്ട്. ഇതങ്ങനെ നമ്മുടെ സണ്ണിങ്ങനെ പൊങ്ങി വരുന്ന ആ ഒരു ടൈം ഞങ്ങൾ കുറച്ച് നേരം അവിടെ സംസാരിച്ചിരുന്നു. ലേക്കിൻ്റെ ആ ഒരു തണുത്തൊരു കോൾഡ് ബ്രീസും എല്ലാം കൊണ്ട് ഞങ്ങളിവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് വരാനേ തോന്നുന്നില്ലായിരുന്നു. ഒരു നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സൺറൈസ്. ദെൻ ബാക്ക് ടു നമുക്കിനി പോകാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരം നമ്മുടെ ക്ലീനിങ്ങും അല്ലെങ്കിൽ നമ്മുടെ ഒരു സോർട്ടിങ്ങും എല്ലാം കഴിഞ്ഞ് ഒരു കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ തിരിച്ച് പോകാനുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ സ്റ്റേ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇനി ബാക്ക് ടു ടൊറൻറ്റോ. ഇവിടുന്ന് ഒരു 2 hours ഡ്രൈവ് ഉണ്ട്. നമ്മളിവിടുന്ന് ചെക്കൗട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രിപ്പെല്ലാം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ വീട്ടിൽ വന്നു രാവിലെ ഒരു 11:30 ആയപ്പോഴത്തേക്കും വീട്ടിലെത്തി. അപ്പോൾ തന്നെ വീഡിയോ എടുത്ത് കാണിക്കണമെന്നുണ്ടായിരുന്നു. ഒരു ക്ലോസിംഗ് ആയിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. ഭയങ്കര ടയർഡായിരുന്നു. രാവിലെ എത്ര മണിക്ക് നമ്മൾ എഴുന്നേറ്റ്? 5 മണിക്ക് 5:30 ആയപ്പോഴത്തേക്കും 5:30 എഴുന്നേറ്റ് സൺസെറ്റ് അവിടെ ഒരു സൺസെറ്റ് അല്ല, സൺറൈസ്. അപ്പോൾ രാവിലെ നമ്മളൊരു 5:30 ആയപ്പോഴത്തേക്കും സൺറൈസ് കാണാനായിട്ട് എഴുന്നേറ്റ്. അപ്പം അതുകൊണ്ട് അവിടെ ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല. പിന്നീട് നമുക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യങ്ങൾ ചെക്കൗട്ട് ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു. കാരണം നമ്മൾ എല്ലാ സാധനങ്ങളും ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കുക്കിങ്ങിൻ്റെയും നമ്മുടെ എസെൻഷ്യൽസ് എല്ലാം നമ്മൾ തന്നെ കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഒരു ക്യാമ്പിംഗ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അപ്പം നമ്മൾ നേരത്തെ അവിടുന്ന് ചെക്കൗട്ട് ചെയ്യേണ്ട ആ ഒരു ധൃതിക്ക് നമുക്ക് എന്താ പറയുക, സൺറൈസ് കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്ന് പെട്ടെന്നെങ്കിൽ പോകുന്നു. നല്ല ടയർഡായിരുന്നു. സാധാരണ നമ്മളൊരു സ്റ്റേക്ക് പോകുന്ന പോലെയല്ല, ലൈക്ക് ക്യാമ്പിങ്ങിന് പോകുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും.
അപ്പം അതിൻ്റെയൊക്കെ കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പം ഞങ്ങൾ ഈ വീഡിയോ നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവാണ്. ഇതായിരുന്നു എൻ്റെ ബർത്ത്ഡേ വ്ളോഗ്. സോറി, അപ്പം ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് വീഡിയോയാ. അതെ, കുറെ മിസ്റ്റേക്ക് ഒക്കെ കാണും. അതെ അതെ അതെ. നിങ്ങൾ ആദ്യമായിട്ടാണ് വ്ളോഗ് ഒക്കെ എടുക്കുന്നത്. ചുമ്മാ ഷോർട്സ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ നമ്മൾ ഷോർട്സ് ഇടുന്നല്ലാതെ ഇത്ര ലെങ്തി ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഫസ്റ്റ് ടൈം ആയിടുന്നത്. അപ്പോൾ അതിൻ്റെതായ ഇത് കാണും. അപ്പോൾ അങ്ങനെ എൻ്റെ ബർത്ത്ഡേയുടെ ആ ഒരു വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ബർത്ത്ഡേ വ്ളോഗ് അവിടെ അവസാനിച്ചിട്ടില്ല. ഓക്കെ കടടക്കിയ ഒരു സാധനം തരാം. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ. ഇതെവിടെ പാത്ത് വെച്ചിരുന്നു? അതൊക്കെ മാറ്റി വെച്ചിരുന്നു. കൊള്ളാതെ. ഇതെന്തോ ഇത്? നോക്കട്ടെ ഗൈസ്, എനിക്ക് ഗിഫ്റ്റ് കിട്ടി ഗൈസ്. ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്നറിയാം. ഞാൻ ആക്ച്വലി ഞാൻ ഈ ബോക്സ് വാങ്ങിക്കാൻ പോയതല്ല, പക്ഷെ ഇതിനകത്തുള്ള ഈ ജിഗിജിഗ സാധനം കണ്ടപ്പോ ഞാൻ ഈ ബോക്സ് വാങ്ങിച്ചു. കൊള്ളാം. ഇതിനകത്ത് ബോക്സ് ഞാൻ ഓർക്കുന്നുണ്ടോ, ഞാൻ ഡോളറാമിന് വരുത്തിക്കും സ്വത്തിനോട് ചോദിച്ചു ഇതിലേത് കവറായിരിക്കും സ്വത്ത് എടുക്കുക, ഇഷ്ടമുള്ള കവർ ഏതായിരിക്കും. സ്വത്ത് പറഞ്ഞു മേക്ക് ഇഷ്ടം. ഞാൻ ഓൾറെഡി അത് വാങ്ങിച്ചായിരുന്നു. അപ്പൊ മനസ്സിലേക്ക് ഓക്കെ. കാണിക്കത്തില്ല ബോക്സ്. ബോക്സ് ഞാൻ കണ്ടുപിടിച്ച് വാങ്ങിച്ചതാ. കഴിക്കാൻ പറ്റുന്നില്ല. തയ്ക്കണ്ട. ഓ ഇതാണോ? ഓക്കെ ഗൈസ്, ഷോ മാത്രമാണ് ഞാൻ കഴിച്ച് കഷ്ടപ്പെടുന്നത്. ഓ നൈസ്. ടീഷർട്സ് രണ്ടെണ്ണമുണ്ട്, മൂന്നെണ്ണമുണ്ട്. ഓക്കെ 1 2 3. ഓ പാൻറ്റും ഉണ്ടേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാ? യെസ്, കൊള്ളാം. അപ്പൊ ഞാൻ എന്നാ ഇതൊക്കെ എടുത്ത് ഗിഫ്റ്റ് കൊടുക്കാം. അപ്പൊ ഞാൻ പിന്നെ ആ പിങ്ക് ടീഷർട്ട് ഇട്ടിട്ട് വാ. ഓക്കെ, ഇപ്പൊ ഞങ്ങളൊന്ന് പുറത്ത് പോകാൻ വേണ്ടിട്ട് റെഡി ആയിരിക്കാം. അപ്പം താങ്ക് യു സത്തു ഫോർ ദ വണ്ടർഫുൾ ഗിഫ്റ്റ്. അപ്പം ഞങ്ങളുടെ വ്ളോഗ് അപ്പം ഇവിടെ തീരുകയാണ്. ആള് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പം എന്തായാലും നല്ലൊരു ബർത്ത്ഡേ ആയിരുന്നു ഗൈസ്. ഭയങ്കര ഹാപ്പിയായി. ഇനിയും ഞങ്ങൾ കുറച്ച് പുതിയ വീഡിയോസ് ആയിട്ട് നമ്മൾ വരും. അതുവരേക്കും ബൈ.